ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്നൊരു സിനിമ കണ്ടിട്ടില്ല? ഇല്ല. അങ്ങനെ ഒരു സിനിമയിലായിരുന്നു. നമ്മുടെ ശ്രീദേവി ആയിരുന്നു അതിലല്ലേ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു എൻ്റർപ്രണർ എങ്ങനെയാണ് ഉയർക്കൊള്ളുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അമിതാഭ് ബച്ചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലഡു ഉണ്ടാക്കുന്നതും അതങ്ങനെ കൊണ്ടുപോയി വിൽക്കുന്നതും ഒക്കെയാണ് അതിനകത്ത് പ്രമേയമായിട്ട് വരുന്നത്. അതുപോലെ ഞാൻ സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ആമ്പൽപ്പാടം എന്ന ഒരു ടൂറിസം മേഖലയുടെ സാധ്യതകളും ഈ സമയത്തുള്ള ഒരുപാട് തിരക്കും കാര്യമൊക്കെ കണ്ട സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സിനിമയാണ്. ഒരു എൻ്റർപ്രണറെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്നും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു ആമ്പൽപ്പാടം ഒരു സുപ്രഭാതത്തിൽ ഒരു ഞാൻ സാധാരണ പറയുന്നത് ഉൽക്ക വന്ന് വീണത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടായതല്ല. അത് ആർക്കായാലും മനസ്സിലാകാവുന്ന കാര്യമാണ്. അതിന് പിറകിൽ ഇത് ആമ്പൽപ്പാടം ആയതുകൊണ്ടാണ് പറയുന്നത്. അതിന് പിറകിൽ ഒരുപാട് എഫേർട്സ് ഉണ്ടാവും, നല്ല കഠിനാധ്വാനം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആദ്യകാലത്തെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ 2021 കാലങ്ങളിൽ നിങ്ങൾ ഇവിടെ വെഡിങ് ഷൂട്ടും ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യുന്നതായിട്ട് അതിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. സൈറ്റ് സീനിങ്ങിനായിട്ട് ഇങ്ങനെ പോകുന്നതും ഈ ചുവന്ന ആമ്പൽ അങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ നമ്മുടെ ഇവിടെ കൂവോട് പാലത്തിനടുത്തൊക്കെ കുറച്ച് ചെടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അങ്ങനെ വ്യാപിച്ച് വന്നതായിരിക്കാം. പക്ഷെ എങ്കിലും ടൂറിസം മേഖലയിൽ വ്യക്തമായ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെടുന്നതും ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതും അങ്ങനെ ഒരു എൻ്റർപ്രണർ എന്ന രീതിയിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നത് എങ്ങനെയൊക്കെയാണ്? ഈ ആമ്പൽപ്പാടം എങ്ങനെയാണ് ഇവിടെ ഫോം ചെയ്തത്, രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതായത് ആദ്യകാലത്ത് കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തൃച്ചംബരം ചിറയിലാണ്. തൃച്ചംബരം ചിറയിൽ ആണ് ആദ്യമായിട്ട് 2-3 കിലോമീറ്റർ ദൂരത്ത് 3 കിലോമീറ്റർ തൃച്ചംബരം ചിറയിൽ അവിടെ 2 ചിറയുണ്ടല്ലോ അല്ലേ? അപ്പോ ആ ചിറയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളത്തിലാണ് ഇതിന്റെ അതായത് കാണ്ട വിത്ത് ഈ പ്രദേശത്തേക്ക് വന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യ വർഷങ്ങളെല്ലാം മൊത്തത്തിൽ ഉണ്ടായില്ല. കുറച്ച് പത്തായച്ചര അതുപോലെ പണ്ടത്തെ തൊണ്ടഞ്ചര അങ്ങനെ ഉത്ഭവിച്ച് ഇങ്ങ് പത്തായച്ചര വഴി ഈ പിന്നെ പത്തായച്ചര ഡാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ മൊത്തത്തിൽ വ്യാപിക്കാൻ തുടങ്ങി. അത് ഈ പത്തായച്ചര എന്ന് പറയുമ്പോൾ നമ്മള് ഈ കൂവോട് പാലത്തിനോട്ടേക്ക് വരുന്നത് പത്തായച്ചര. ഇതിന്റെ നിലവിൽ ഈ പത്തായച്ചര ഡാം എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. ഈ അണക്കെട്ടിന് ഇപ്പോൾ ഉണ്ടായിരുന്ന പത്തായച്ചര അണക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ശരി. അപ്പോ ഇതിലെ കൂടി വന്ന് ഇങ്ങനെ ആയിട്ട് വ്യാപിച്ച് 2-3 കൊല്ലങ്ങളായിട്ടാണ് ആദ്യം ചെറിയ രീതിയിലുണ്ടായത്. അതുവരെ 19-20 കാലഘട്ടത്തിലായി അതിനു മുന്നേ ആ സമയത്ത് തന്നെ ചെറിയ 1-2 പേര് ഇവിടെ ചെറിയ രീതിയിൽ അതായത് വെഡിങ് ഷൂട്ട് എന്ന് പറഞ്ഞു ഇവിടെ ചെറിയ രീതിയിലുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ലോക്കലായിട്ട് പ്രാദേശിക. അപ്പൊ അതിന്റെ ഭാഗമായി എന്റെ മകളുടെ കല്യാണത്തിന് പിന്നെ വെഡിങ് ഷൂട്ട് എന്ന് പറഞ്ഞു തന്നെ അന്നേരം ഇവിടെ തോണിയൊന്നുമില്ല. വട്ടച്ചെമ്പ് ഏർപ്പാടാക്കി അതിൽ വെച്ചിട്ട് ഫസ്റ്റ് വെഡിങ് ഷൂട്ട് എടുത്തു. മകളുടെ പേര് കീർത്തി. അപ്പോ അവർക്ക് അന്നേരം ഇങ്ങനെ ഈ ആമ്പലെല്ലാം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നി. ഇത് ഒന്ന് വികസിപ്പിച്ചെടുക്കണം എന്നില്ല അന്ന് ചിന്താഗതി ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? ഈ മക്കൾക്കുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് പേരെന്താണ്? പ്രസൂൽ. എന്താ ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും ചെയ്യുന്നു. ഇവൻ മകൻ MBA കഴിഞ്ഞാണ്. അന്നേരം ഗുജറാത്തിൽ സൂറത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മകളും അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ അവർക്ക് നാട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവർക്ക് നാട്ടിൽ തന്നെ സെറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഗുജറാത്തിലെ ജോലി മതിയാക്കി നാട്ടിലേക്ക് തന്നെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജോലി ചെയ്യുന്നതിന്റെ ഉപരി ഇതിനെ വികസിപ്പിച്ച് എടുക്കാൻ എങ്ങനെ പറ്റുന്നു എല്ലൊരു തയ്യാറെടുപ്പില്ലേ. അതിന്റെ കൂട്ടത്തിൽ ഈ പ്രാദേശികമായിട്ട് 1-2 പേര് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ചെറിയ രീതിയിൽ വെഡിങ് ഷൂട്ട് അവര് വെഡിങ് ഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളും ഇവര് ഈ രീതിയിൽ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു നല്ലൊരു എഫേർട്ട് ഇതിന്റെ ഭാഗമായി എടുത്തു. അതിന്റെ ഭാഗം തന്നെ ഇവര് ഗുജറാത്തിലെ ജോലി റിസൈൻ ചെയ്ത് പിന്നെ ഇവര് മകൻ കോഴിക്കോട് അതായത് പ്രസൂൽ കോഴിക്കോട് റിയലൻസിൽ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ
ഇതിനെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതി മകനും മകൾക്ക് വന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ മറ്റുള്ള ആൾക്കാരൊക്കെയും പല രാജ്യങ്ങളിലേക്കും പല ഇടങ്ങളിലേക്കും ഈ വെഡിങ് ഷൂട്ടിനായാലും മറ്റുള്ള സൈറ്റ് സീയിങ് ആയാലും പോകുമ്പോൾ എന്തുകൊണ്ട് പ്രാദേശികമായിട്ട് ഇവിടെ ഒരു സാധ്യതകളുണ്ട്, അത് എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ, ഇവിടെ തന്നെ എന്തുകൊണ്ട് ആ രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൂടാ എന്നൊരു ചിന്ത അവരിൽ വന്നു. അപ്പോ പിന്നെ ഈ ആമ്പലി മൊത്തത്തിൽ വരുന്ന ഒരു സ്ഥിതി മൊത്തത്തിൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളും വ്യാപിച്ചു. അതിന്റെ കൂടെ നമ്മളെ അതായത് എന്റെ സ്വന്തം സ്ഥലം കൂടിയുണ്ട്. എന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ കൈപ്പാട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ആമ്പലി വ്യാപിച്ചു. അപ്പോൾ ഇവരടിയിലെ ശ്രദ്ധ പിന്നെ അച്ഛൻ്റെതായിട്ടുള്ള സ്വന്തം സ്ഥലമല്ലേ, അവിടെ നമുക്ക് ഇത് വികസിപ്പിച്ചെടുത്തൂടെ എന്നുള്ള ചിന്ത അവര് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയാണല്ലോ ഒരാൾ നിക്ഷേപിക്കുമ്പോഴേ മറ്റ് സാധ്യതകൾ. അപ്പൊ അവര് ഇത് വന്നു, സ്വന്തം നമ്മുടെ സ്ഥലമാണ്, അപ്പൊ അവിടെ തന്നെ നമുക്ക് ഇത് സാധ്യത വളർത്തിയെടുക്കാൻ പറ്റില്ല ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാം, എന്റെ വകയിലെ എല്ലാ ഹെൽപ്പുകളും അതിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു. പിന്നെ നമ്മുടെ ഈ രംഗത്ത് എന്ന് വെച്ചാല് ഇപ്പൊ തോണി കൊണ്ടുവരാൻ തന്നെ കാരണം നമ്മള് ചെറുപ്പകാലങ്ങളിലെ പുല്ലരിയിലും കൃഷിയായി ഈ കൈപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഈ കൈപ്പാട് സ്ഥലം തന്നെ. അപ്പോ നമ്മളുടെ കൃഷി മുണ്ടകൻ കൃഷി, ഓർക്കൈമ കൃഷി എല്ലാം നടത്തുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പിന്നെ ആമ്പലി നിൽക്കുന്ന സ്ഥലം. അവിടെ വെച്ചിട്ടാണ് ഈ കൈപ്പാട് എന്ന് പറഞ്ഞ എന്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വെഡിങ് ഷൂട്ട് എന്ന് പറഞ്ഞ ഈ ഇത് നടത്തുന്നത്. അപ്പൊ ഈ വെഡിങ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം പ്രാദേശികമായിട്ട് 1-2 ആൾക്കാർ വന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് അത് ഫ്ലറിഷ് ചെയ്യില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അത് നിങ്ങൾ അതിലുള്ള റസൂലും ഇവരും എന്താ കീർത്തിയും കൂടെ എന്താണ് അതിനെ ചെയ്തത്? റസൂലും കീർത്തിയും അവര് യോജിച്ചുകൊണ്ട് ഇതിനൊരു പേജ് ഉണ്ടാക്കി. എക്സ്പ്ലോർ പൂവോട് എന്ന് പറഞ്ഞ ഒരു പേജ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ്. അത് മൊത്തത്തിൽ എല്ലാ രീതിയിലും വ്യാപിക്കുന്ന രീതി. അത് എന്ന് വെച്ചാല് ഇവിടെ ഒരു ടൂറിസം വരണമെന്നില്ല ആഗ്രഹം ഇവരിലുണ്ട്. നല്ല രീതിയിൽ ഇത് വികസിപ്പിച്ചെടുക്കണം, ഇതിന്റെ ഒരു സാധ്യത കൂടുതലാണ്. അപ്പോ ഇത് മൊത്തം ഈ നാട്ടിലെ ജനങ്ങളായി കഴിഞ്ഞാൽ ആർക്കായാലും ഉപകാരപ്പെടണം എന്നുള്ള ചിന്താഗതി ഇവരിൽ വന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ഇതിങ്ങനെ വളർത്തി കൊണ്ടുവന്നത്. പിന്നെ ആദ്യം പുറത്തുനിന്ന് ഇത്രയും ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വെഡിങ് ഷൂട്ടിന് വന്നു. തീർച്ചയായും അങ്ങനെ വരാനുള്ള ഒരു കാരണം ഈ മക്കളുടെ കഠിനാധ്വാനമായിരിക്കും. കാരണം ഇവിടെ വരുന്ന ഓരോ പ്രൊജക്റ്റും ഏതൊക്കെ രീതിയിലാണോ അതിന് നമുക്കൊരു ഹൈക്ക് കൊടുക്കാൻ പറ്റുന്ന എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് മുഖാന്തരം ഒരു പബ്ലിസിറ്റി, പിന്നെ അവർ സ്വാഭാവികമായിട്ടും പുറത്ത് ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ ഭാഷാപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. അന്യ സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭാഷയാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത്. കേരള തനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും അവരെ അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി കഴിഞ്ഞു. നമ്മൾ ഒരുക്കി കഴിഞ്ഞു. നമുക്കിപ്പോ ചെയ്തു കഥകളി, അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കൂളുകളുമായിട്ട് ടൈപ്പ് ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല, എല്ലാവരും ടൈയില്ല. എല്ലാ അറേഞ്ച്മെന്റ് ഇപ്പം പിന്നെ മരുമകന്റെ അതായത് പെങ്ങളുടെ മകന്റെ ഭാര്യയായി പിന്നെ ഡാൻസും കാര്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കോണ്ടാക്ട് കൊണ്ട് പിന്നെ മോഹിനിയാട്ടത്തിന്റെ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യും. അതുപോലെ തന്നെ കഥകളിന്റെ കാര്യങ്ങളും എല്ലാം മറ്റുള്ള ഇതുപോലെ ബന്ധപ്പെട്ടാണ് ഈ കഥകളിയെല്ലാം ഏർപ്പാട് ചെയ്യുന്നത്. അതുപോലെ ചെണ്ട, അതെല്ലാം ഇതിന്റെ ഒരുപാട് പേരെ എഫർട്ടും ഒരുപാട് പേരുടെ അധ്വാനം ഇതിലുണ്ട്. എല്ലാവരും കൂടി കൂട്ടി ഒരു മികച്ച സംഘാടനം എങ്ങനെയാണെന്ന് പറയുന്നത്. കേരള തനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും അവരെ അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി കഴിഞ്ഞു. നമ്മൾ ഒരുക്കി കഴിഞ്ഞു. നമുക്കിപ്പോ ചെയ്തു കഥകളി, അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കൂളുകളുമായിട്ട് ടൈപ്പ് ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല, എല്ലാവരും ടൈയില്ല. എല്ലാ അറേഞ്ച്മെന്റ് ഇപ്പം പിന്നെ മരുമകന്റെ അതായത് പെങ്ങളുടെ മകന്റെ ഭാര്യയായി പിന്നെ ഡാൻസും കാര്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കോണ്ടാക്ട് കൊണ്ട് പിന്നെ മോഹിനിയാട്ടത്തിന്റെ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യും. അതുപോലെ തന്നെ കഥകളിന്റെ കാര്യങ്ങളും എല്ലാം ഇതുപോലെ ബന്ധപ്പെട്ടാണ് ഈ കഥകളി ഏർപ്പാട് ചെയ്യുന്നത്. അതുപോലെ ചെണ്ട, അതെല്ലാം ഇതിന്റെ ഒരുപാട് പേരെ എഫർട്ടും ഒരുപാട് പേരുടെ അധ്വാനം ഇതിലുണ്ട്. എല്ലാവരും കൂടി കൂട്ടി ഒരു മികച്ച സംഘാടനം എങ്ങനെയാണെന്ന് പറയുന്നത്. ഒരു മികച്ച എന്റർപ്രണറായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളത് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹാർഡ് വർക്ക്
ഈ ഡാൻസിനുള്ള താരങ്ങളൊക്കെയും നർത്തകന്മാരൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി റെഡി ആയിട്ട് കിട്ടുമോ, അല്ല നിങ്ങൾ ഓർഡർ കിട്ടുമ്പോൾ പറഞ്ഞ് അപ്പോൾ സെറ്റ് ചെയ്യുന്നതാണ്? എങ്ങനെയാണ് ഓർഡർ കിട്ടുമ്പോൾ പറഞ്ഞ് സെറ്റ് ചെയ്യാറുണ്ട്, മുൻകൂട്ടി പറഞ്ഞിട്ട് അങ്ങനെ തയ്യാറാക്കാം. അങ്ങനെയുള്ള ടീമല്ല ഉള്ളത് നമ്മളത് വരുന്നതിനനുസരിച്ച് തയ്യാറാക്കുന്നതാണ്. അവിടെ ചെണ്ട അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് ചെയ്തു. അതായത് നമ്മൾ ഈ ആമ്പൽ പാടത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നില്ല മോഹിനിയാട്ടം 2 തോണിയിൽ വെച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അതുപോലെ തന്നെ രാജരാജേശ്വരി ഒന്ന് ടോയ്ലറ്റ് സൗകര്യം പ്രധാനമാണ്. അത് അമ്പലം, പിന്നെ അതുപോലെ പെരളശ്ശേരി അവിടെയെല്ലാം വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്തിട്ട് അവർക്ക് അവിടെ തന്നെ ചണ്ട നിർബന്ധം എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നരിക്കോടി ഇല്ല, അതിന് നിങ്ങളുടെ തന്നെ ഒരു ടീം ഇവർ അനുഗമിക്കുന്നുണ്ട്, ഇതിന്റെ പുറകെ പോകുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ പശ്ചാത്തലത്തിലും ഒന്ന് ടോയ്ലറ്റ് സൗകര്യം പ്രധാനമാണ്. അത് നമ്മളെ വീട്ടിലെ തന്നെയായിരുന്നു ഇത്രയും കാലം ടോയ്ലറ്റ് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അതുപോലെ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഭക്ഷണം നിർബന്ധമായിരുന്നു. അവർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവരെ ഉണ്ടായി. നമുക്കിവിടെ വന്ന് ഭക്ഷണം മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ എന്ത് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന്, അതായത് നിങ്ങൾ എന്ത് തന്നെ ഈ മനയിൽ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാണ്. അപ്പോൾ എനിക്ക് മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് എന്നൊക്കെയാണ് അറിയേണ്ടത്. അത് കൂടുതലായിട്ടൊരു കാര്യം ചെയ്യാം, കൂടുതലായിട്ട് ഞാൻ പ്രസുവിനോട് ചോദിക്കാം. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവരെ കൊണ്ടുപോകുന്നത്, ആ ഷൂട്ടൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതുകൂടാതെ സൈറ്റ് സീനിങ്ങിന് ആൾക്കാർ വരുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ. അപ്പോൾ എന്ന് വെച്ചാൽ സൈറ്റ് സീനിങ് എന്ന് വെച്ചാൽ ഇവരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വട്ടത്തോണി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് 3 തോണികളുണ്ട്. അപ്പോ ഇപ്പൊ സാധാരണ രീതിയിൽ ഇവര് ഒറ്റ തോണിയിലാണ് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാറ്. ഒരു തോണിയിൽ ഇപ്പം ആദ്യം പിന്നെ ക്യാമറാമാരെ അവിടെ കൊണ്ടുവിട്ട് അവിടെ ഇറക്കി, അതായത് കുറച്ച് പൊന്തിയ സ്ഥലമുണ്ട്, അവിടെ ഇറക്കി നിർത്തി രണ്ടാമതാണ് കപ്പിൾസിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് സുരക്ഷാപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. അവർ അതുകൊണ്ടാണ് ആദ്യം ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയി തിരിച്ചു വന്ന് കപ്പിൾസിനെയും കൂടി കൊണ്ടുവന്ന സ്ഥിതിയുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. നമ്മൾ അവരെ അവിടെ ഇറങ്ങി, നമ്മളും അവരുടെ കൂടെ തോണിയിൽ നിന്ന് ഇറങ്ങി നിന്ന് അവരെ പിടിച്ചിട്ടാണ് ഓരോ ഇവരെ പ്രോസും മാറ്റി എടുക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ? ഇത് ഒന്നുകൂടെ ഉഷാറായിട്ട് കൊണ്ടുപോകണം ഉഷാറായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇപ്പം ഈ ആമ്പലി വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യണം. ആമ്പൽ ഇപ്പൊ ആമ്പൽ പറിച്ചു പോകുന്നത് കണ്ട് ഓരോ വർഷം അതെങ്ങനെ അത് ഇതിന്റെ പ്രചരണത്തെ ബാധിക്കുന്നുണ്ടോ? അല്ല, അത് ഇപ്പം പ്രത്യേകിച്ച് ഇതിന്റെ പ്രചരണത്തിനെ ബാധിക്കുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ 3-4 വർഷം ഇത് തുടങ്ങി. അന്നേരം ഈ ആമ്പല് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പറിച്ചെടുത്ത് ചിലപ്പോ ഒന്നുമില്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് അതിന്റെ ഇരട്ടി പൊങ്ങിയിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഈ പറിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അധികം നാശം സംഭവിക്കുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് അടുത്ത ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തിരുന്നു കഴിഞ്ഞാല് ഇത് വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സ്ഥലത്ത് തന്നെ കുറച്ചിപ്പോ അധികം ഈ പിന്നെ പായലുകളെല്ലാം ഉണ്ട്, അതെല്ലാം നീക്കിയിട്ട് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ഗുണം ചെയ്യും. തീർച്ചയായും അത് ഗുണം ചെയ്യും. അതേസമയത്ത് മറ്റൊരു സംശയം, ഇതുപോലെ ഈ ചെല്ലം കുത്താന്ന് പറയും, ചെല്ലം കുത്തിയിട്ടാണല്ലോ ഇത്. ആ സമയത്ത് ഈ ചെടികൾക്ക് നാശം സംഭവിക്കാൻ ചെടികൾക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാലും എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലെ കണ്ടകൾ പൊട്ടി തെറിച്ചിട്ടാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു സെപ്പറേറ്റ് ഒരു പാത തന്നെ ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് പോകുന്നതെങ്കിൽ ഈ നടുക്കേ കൂടി ഇപ്പൊ നമ്മുടെ സഞ്ചാരികൾ വരുമ്പോ പിന്നെ ഈ പല വഴിയും ഉപയോഗിക്കുന്നതിന് ബദലി ഒറ്റ സ്ഥലം ഇത് നമ്മൾ സ്ഥലം ഉണ്ടാക്കി പോകാൻ ഒരു നിർദ്ദേശം നമ്മൾ, അതായത് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് ആ ചാലിറ്റേ കൂടി തന്നെ പോയി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാകും. മറ്റേതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും? മറ്റേതിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് വെച്ചാൽ പിന്നെ ഇത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം പിന്നെ അതിലെ കൂടി വെള്ളം ഒഴുകി പോകുന്ന അതിൻ്റെതായിട്ടുള്ള ഭാഗത്തിൽ കൂടി മാത്രം നമ്മളിത് പോവാം. ഇപ്പൊ കണ്ടമാനം പറ്റില്ല. ഈ ഒന്നാമത് ഈ വെള്ളം കൂടുതൽ നമ്മൾ ഏറ്റവും സ്ഥലമാണ് ഇതെന്ന് വെച്ചാൽ വെള്ളം വറ്റുന്ന സമയത്ത് നിലം കാണും. അങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മളിപ്പോ സഞ്ചാരികളെയും കൂട്ടിയിട്ട് പോകുമ്പോ വലിയ തുണിയിലെടുത്തിട്ട് പോകുമ്പോ അത് പ്രയാസം ഉണ്ടാകും. പക്ഷെ ഈ പൂക്കൾ കൂടുതലും രാത്രി വിരിഞ്ഞ് രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് പൂമ്പുന്നവയായിരിക്കുമല്ലോ. രാത്രി പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം സന്ധ്യക്ക് ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് ആമ്പലി
വിരി. അത് രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ ഇത് മൂടാൻ തുടങ്ങും. അതൊരു 11 മണി ആകുമ്പോഴത്തേക്കൊരു ഫുള്ളായി മൂടി. അത് മഴയായാലും വേണ്ടിയില്ല, വെയിലായാലും വേണ്ടിയില്ല, ഒന്നും അതിന് തടസ്സം. നിങ്ങൾ നേരത്തെ എന്താണ് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഒരു കള്ളിയത്ത് തൊഴിലാളിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് പെൻഷൻ പറ്റിയതിന് ശേഷം വെറുതെ ഇരിക്കേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമായി. അപ്പൊ ശരിക്കും ഇവരാണ് പുള്ളികൾ, അവരാണ് ശരിക്കും ഈ ടൂറിസം മേഖലയിലേക്ക് തന്നെ ഈ ഒരു പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണോ പറയാൻ പറ്റും? അത് സംശയമില്ല, ആ കാര്യത്തിന് ഒരു സംശയമില്ല. അപ്പൊ അവർ ഇങ്ങനെ ഒരു പേജ് ഉണ്ടാക്കി ഇതിൻ്റെ അകത്തേക്ക് ആളെ വ്യാപിച്ച് ഇപ്പം മറ്റുള്ള ഇതെല്ലാം പറയുന്നുണ്ടെ കൂടി ഈ നാട്ടിൽ മൊത്തം അന്യദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരെ ദിവസം ഇങ്ങനെ വരുന്നത് ഇവരെ എഫർട്ടിന്റെ ഭാഗമായിട്ടാണ്. അതിലിപ്പോ മറ്റുള്ളവരത് ഇല്ല എന്ന് നമ്മൾ പറയും, നമ്മൾ കുറച്ച് കാണുന്നില്ല. മറ്റുള്ളവർ ഇതിനെ മുന്നേ ചെയ്തവര് ഇതിന്റെ ഭാഗങ്ങളെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതലും ഈ മേഖലയിലേക്ക് ഇപ്പൊ ശ്രദ്ധ ആകർഷിച്ചത് ഇവർ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്താ വെച്ചാല് ഇവരിപ്പൊ മകളെ ഭർത്താവ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ എല്ലാം ഇത് പഠിച്ചതാണ്. അപ്പോൾ അതാണ് അതിന്റെ എല്ലാം ഭാഗമായിട്ട്. ബാക്കി കൂടുതൽ കാര്യങ്ങള് പിന്നെ അവരിൽ നിന്ന് തന്നെ എന്തായാലും ഇങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി കഴിയും. ഇപ്പോഴും ഞാൻ നേരത്തെ ഇങ്ങനെ പലരുമായിട്ട് പറയുന്നു, ഇവിടെ കണ്ടൽക്കാടുകൾക്ക് സംരക്ഷണം ഒരുക്കിയത് പൊക്കുടനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കുടനെ എല്ലാ ഫീൽഡിലും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പൊക്കുടൻ എന്നും ഒരു മുളന്തണ്ടിൽ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ കണ്ടൽ നട്ടിട്ട് അങ്ങനെ വ്യാപിപ്പിക്കാറുണ്ട്. അപ്പം അതേ രീതിയിൽ ഇവിടെ ഒരു ആമ്പൽപ്പാടവും വളരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. ഈ ടൂറിസം മേഖലയിൽ ഇതെന്നും പച്ചപിടിച്ച് നിൽക്കണം എന്നൊരാഗ്രഹം വളരെ അഭിനന്ദനീയമാണ്. അപ്പോൾ തീർച്ചയായും ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, ഹായ് റസൂൽ. എന്തായാലും റസൂലിനെ കാണാൻ വേണ്ടി കഴിഞ്ഞതിൽ വിശേഷം ഇങ്ങനെയൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാണാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗ്രാമം പൂവൂർ, തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിന് അടുത്തുള്ള പ്രദേശമാണ്. പട്ടണമാണോ ചോദിച്ചാൽ ഇത് പട്ടണമൊന്നുമല്ലല്ലോ, ഗ്രാമമാണോ ചോദിച്ചാൽ ഗ്രാമമാണ്. എന്നാൽ ടൗൺ അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ടൗൺ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. കാരണം അത്രയും അടുത്താണ് നമുക്ക് ടൗണായിട്ടുള്ള ബന്ധം. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വലിയ ഒരു അടയാളപ്പെടുത്തലാണ് ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്, അടയാളപ്പെടുത്തിയത്? അതിനെ സാങ്കേതികപരമായി ടെക്നിക്കൽപരമായി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതൊന്ന് പങ്കുവെക്കാം. തീർച്ചയായും ഇത് ഞാനും കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഗ്രാമത്തിനെ കുറിച്ച് അറിയുന്നത്. നമ്മുടെ ഞാൻ പ്രോപ്പർ പയ്യന്നൂരായിരുന്നു. അപ്പൊ എൻ്റെ അറിവ് തളിപ്പറമ്പ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അറിയുന്നത് ഇങ്ങോട്ടുള്ള കണ്ണൂരുള്ള ഭാഗങ്ങളാണ്. ഇവിടെ മുന്നേ വന്നിട്ടുള്ള പരിചയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സേവ് ദ ഡേറ്റിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ആദ്യം ഞാൻ ഇവിടെ വരുന്നത്. അത് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് മാത്രമേ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സേവ് ദ ഡേറ്റ് വിധു കണ്ണൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫിയാണ് നമ്മുടെ പയ്യന്നൂരിൽ കാരണമല്ല. അപ്പൊ അവര് മുഖാന്തരമാണ് സേവ് ദ ഡേറ്റ്. അതിനിടയിൽ MBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ MBA പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പം ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കമ്പനികൾ. അതെ, ബിസിനസ് മെന്റാലിറ്റി ഓൾറെഡി ഉണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ ബിസിനസ് ആയിട്ട് സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റർപ്രണർഷിപ്പ് അങ്ങനെയുള്ള മേഖലകൾ. കാരണം നമ്മൾ ജോലിയുടെ കൂടെ ഒരു ബിസിനസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാലത്ത് മുന്നോട്ട് പോകാൻ വലിയൊരു ബുദ്ധിമുട്ട്. അത് ആരായാലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിയുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സേവ് ദ ഡേറ്റിന്റെ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഈ അമ്പലിന്റെ ഒരു വളർച്ചയും പിന്നെ ഇതിന്റെ തൊട്ട് പ്രാദേശികമായിട്ട് കുറച്ച് പേര് ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞത് അവര് അത്രത്തോളം അവരുടെ എന്താണെന്ന് അറിയില്ല, അവര് ചെയ്തുകൊണ്ടിരുന്നത് അത്രത്തോളം ലിമിറ്റുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു കാഴ്ചകൾ നമ്മൾ ദൂരത്തു നിന്ന് നോക്കിയിട്ട് നാളെ ഈ ഒരു സാധ്യതകൾ എങ്ങനെ നമുക്ക് വികസിക്കാൻ പറ്റും, അതായിരുന്നു നമ്മുടെ ഒരു ഞാനും വൈഫായാലും ശരി നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അച്ഛനമ്മയായാലും ശരി നമ്മൾ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഒരു തീരുമാനം എടുക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീരുമാനത്തിൽ എത്തുന്നതും ഏറെ റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് പറഞ്ഞ് ലാസ്റ്റിലായിട്ട് നമ്മൾ അങ്ങനെ ആയാലോ എന്ത് ചെയ്യാൻ. അപ്പോ പിന്നെ എന്തൊക്കെ ചെയ്തു? അപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ ദൂരത്ത് നിന്ന് കാണാൻ പറ്റി.
അത് ഒരുവിധം നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ബിസിനസ്സുകാരൻ കണ്ടെത്തി. അതെ അതെ അങ്ങനെ അതെങ്ങനെ അടുത്ത ഒരു 5 വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 10 years എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സാധ്യതകൾ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഇതിന് വേണ്ട എല്ലാ ബേസ് പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഇനീഷ്യലി ഉണ്ടാക്കി. അതിൽ നമുക്ക് വരുന്ന ചലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോക്കലി ചെയ്തിട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ പരിമിതികൾ കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല. അപ്പം നമ്മൾ ആദ്യം എനിക്ക് കിട്ടിയ കസ്റ്റമേഴ്സ് ഒക്കെ മലയാളികളിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അവര് ആ കസ്റ്റമർ വരുന്ന സമയത്ത് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ആമ്പൽപ്പാടല്ലേ, എന്തിനാണ് ഇതിന് ചാർജ് എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് തോട്ടാണ് വരുന്നത്. അത് നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത സ്ഥലല്ലേ വേണ്ട എന്ന രീതിയിൽ നെഗറ്റീവ് ചലഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വേറൊരു ഇതിനെ എങ്ങനെ വേറെ രീതിയിലേക്ക് ബിസിനസിന്റെ സാധ്യതകൾ വേറൊരു വഴി നോക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു 3 വർഷത്തോളം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും, ഞാൻ ഓഡിറ്റിംഗ് ഓഫീസർ ആയതുകൊണ്ട് എല്ലാ ഏരിയകളിലും എനിക്ക് നല്ലൊരു സ്ട്രോങ് കണക്ഷൻ. അല്ല, ഞാൻ അത് മണപ്പുറത്തിന്റെ ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് എല്ലാ മൈസൂർ ആയാലും ശരി, തുംകൂർ, നോർത്ത് കർണാടക, പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഒരു 4 വർഷത്തോളം സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ആ സാധ്യതകൾ എങ്ങനെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അത് ഫാമിലി പരമായിട്ടും വൈഫിന്റെ ഒരു സപ്പോർട്ടും കൂടി നമ്മൾ പ്ലാൻ. അതെ അതെ, വൈഫിന്റെ സപ്പോർട്ടും കൂടി. അവള് എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തത്. അപ്പം എന്റെ ഒരു ബ്ലഡ് ഓൾറെഡി ബിസിനസ് മൈൻഡ് ആയിരുന്നു. അത് ഇതല്ലെങ്കിൽ നാളൊരു മറ്റൊരു ബിസിനസ് അത് ഏതൊരു MBA ഗ്രാജുവേഷൻ അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് ബിസിനസ്. അതിന്റെ ടെക്നിക്കലി കാര്യങ്ങൾ പഠിച്ചൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് അറിയാം, അത് അറിയാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവും, എത്രത്തോളം കോമ്പറ്റീഷൻ നമുക്ക് മുന്നിലുണ്ട്, അത് തന്നെ അത് എത്രത്തോളം നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്നു അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇത് ഈ പറഞ്ഞ പോലെ താമ്പൽ ആരുടെയും പ്രോപ്പർട്ടി അല്ല, അതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട്, അല്ലാതെയുള്ള പ്രോപ്പർട്ടികളുണ്ട്. ആർക്കും നാളെ തുടങ്ങാം, നമ്മൾ അതിന് സ്വീകരിക്കുന്നേ ഉള്ളൂ, അതിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ആ കോമ്പറ്റീഷൻ നമ്മൾ ഇപ്പോഴും മുന്നോട്ട് കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നാളെ ഇനി ഒരുപക്ഷെ 10-15 പേര് കൊണ്ടുവരും, നമ്മൾ സ്വാഗതം ചെയ്യുന്നുള്ളൂ, അതിൽ യാതൊരു വലിയ പ്രശ്നമില്ല. ഈ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി ആരാണോ ചെയ്യുന്നത് അവരൊരു പക്ഷേ കൂടുതൽ കാലം മാർക്കറ്റിൽ നിലനിൽക്കും. അതാണ് അതൊരു ബിസിനസിന്റെ അവർക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതെ ഇതിപ്പോ ഈ രീതിയിലുള്ള ടൂറിസം വികസനം ആയിക്കോട്ടെ, മറ്റ് ബിസിനസ് ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാവും. എല്ലാ ബിസിനസ് ഹെൽത്തി കോമ്പറ്റീഷൻ ആവശ്യമാണ്. അതെ, ഒരാളുടെ ഗ്രോത്തിന് എപ്പോഴും ബിസിനസിന്റെ ഗ്രോത്തിന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും. കാരണം ഒരു ബിസിനസിന്റെ ഒരു മുന്നോട്ടുള്ള വളർച്ച ഹെൽത്തി റിലേഷൻഷിപ്പും ഹെൽത്തി കോമ്പറ്റീഷനും അത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്നു. അവിടെയാണ് നമ്മൾ സക്സസ് ഉണ്ടാകുന്നത്. നാളെ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നതല്ല, അതിൽ നിന്നും എത്ര വ്യത്യസ്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് കുറച്ചുകൂടി മുന്നോട്ട്. ആ സാധ്യതകളും ആ കോമ്പറ്റീഷനും കണ്ടിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അതിനെ നമ്മൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ, അതിൽ യാതൊരു പ്രശ്നം നമുക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഒരു ചലഞ്ച് നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. ഈ മലയാളികൾ വന്ന് എൻക്വയറി ചെയ്യുന്ന സമയത്ത് റേറ്റിന്റെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യതകൾ നമ്മൾ അവർ എന്ത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരുവിധം കസ്റ്റമേഴ്സിനെ ഇനീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എഫേർട്ട് എത്രത്തോളം തോണി തുഴഞ്ഞു പോകുന്നു, 2 മണിക്കൂർ വെള്ളത്തിൽ ഇറങ്ങി ഇവരുടെ തോണിക്ക് സപ്പോർട്ട് ചെയ്യും, അതിനൊക്കെ ഒരു എഫേർട്ടിന്റെ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഇനീഷ്യലി ആ ചലഞ്ച് നമ്മൾ ഓവർകം ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ സാധ്യതകൾ മലയാളി എന്ന സാധ്യതകൾ കുറച്ചുകൂടി കുറഞ്ഞത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് കർണാടകയാണ്. കർണാടകയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി സ്ട്രോങ് കമ്മ്യൂണിക്കേഷനും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല. ഇനീഷ്യലി വെബ്സൈറ്റ് നമ്മളൊരു 3 months ഉണ്ടായിട്ടില്ല. നമുക്കൊരു ബേസ് കസ്റ്റമർ എങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്ലാനൊക്കെ ചെയ്ത് പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു നല്ല സ്ട്രോങ് ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ടുവന്ന് ഇത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ആഡും കാര്യങ്ങളും അതുപോലെ തന്നെ പോസ്റ്റും ഏതൊക്കെ കസ്റ്റമർ വരുന്ന അവരെ കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്തിട്ടാണ് ആ പ്ലാറ്റ്ഫോം ഇപ്പോഴും നമ്മൾ റൺ ചെയ്യുന്നത്. മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കർണാടകയാണ് മെയിൻ വരുന്നത്,
പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സ് വന്നിരുന്നു, കോയമ്പത്തൂർ, മധുരൈ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചത് MBA പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. അതുപോലെ കോളേജ് പരിസരത്തുള്ള കുറച്ച് പേര് ഇനീഷ്യലി നമ്മൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്ന രീതിയിൽ കൊണ്ടുപോകും. പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കർണാടകയിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു, ആസാം, ബീഹാർ, നോർത്ത് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ കസ്റ്റമർ ഇതുപോലെ തന്നെ സ്ട്രോങ് സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ട് ആ ഇൻഫ്ലുവൻസ് അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചലഞ്ച് എന്ന രീതിയിൽ ഒന്നുകൂടി ഞാൻ പോയിന്റ് ആഡ് ചെയ്യാണ്. ഇപ്പം ആദ്യ ഒരു 2-3 മാസം തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആമ്പൽപ്പാട യൂണിക്കാണ്, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും. അപ്പം എടുത്ത ഫോട്ടോഗ്രാഫർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളോ കാര്യങ്ങളോ അവർ പബ്ലിസിറ്റി ചെയ്യുന്നില്ല. അവരുടെ സുഹൃത്തായാലും പോലും അവരുടെ സ്ഥലങ്ങളായാലും എടുത്തത് എവിടുന്നാണോ എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഒരു ബിസിനസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആണെങ്കിൽ നമുക്ക് ചലഞ്ചാണത്. കാരണം വേർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് അവിടെ അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നമുണ്ടായിരുന്നു. അത് പിന്നീട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമറെ നമുക്ക് വേറൊരു കസ്റ്റമറിലേക്ക് ഇങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യുന്നത്, വരുന്ന കസ്റ്റമറുടെ അന്നത്തെയുള്ള ഫോട്ടോസ് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അത് വെച്ചിട്ട് മറ്റൊരു കസ്റ്റമറിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് അത് ഒരു ഫ്രീക്വൻസി ആയിട്ട് എല്ലാ കസ്റ്റമറിലേക്കും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരിലേക്കും എത്താൻ തുടങ്ങി. ഇപ്പം വരുന്ന കസ്റ്റമറും എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയതുകൊണ്ട് അവർ വരുന്ന ഉടനെ തന്നെ ഫോട്ടോ നമ്മൾ പറയാതെ തന്നെ അവർ അപ്ലോഡ് ചെയ്യും. അവർ സോഷ്യൽ മീഡിയ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്, ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ, നമ്മൾ ആ ഒരു ഡ്രീം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് പ്ലാൻ? ഇപ്പോൾ ഹാപ്പിയാണോ, എങ്ങനെയാണ്? അതെ, ഇപ്പോൾ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ തന്നെ ഏകദേശം ഒരു 5000-ലധികം നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. റെഗുലർ കസ്റ്റമർ ഇൻ ദ സെൻസ് ഓഫ് എന്താ പറയുക, ഒരു അറ്റ്ലീസ്റ്റ് 4-5 ടൈം ഒക്കെ വന്ന കസ്റ്റമർ. ഒരു ടൈം വന്ന കസ്റ്റമർ അല്ല ഞാൻ പറയുന്നത്, അത്രയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതിന്റെ റിസൾട്ടാണ് നമ്മൾ എന്താ പറയാ, നമ്മുടെ ബിസിനസ് ടേമിൽ പറയുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ റിപ്പീറ്റഡ് കസ്റ്റമർ എങ്ങനെ കൊണ്ടുവരും, അതാണ് സക്സസ്. കാരണം ഇന്ന് എനിക്കൊരു കസ്റ്റമർ വന്ന് നമ്മൾ ഷൂട്ട് എടുത്ത് അവരുടെ ചാർജ് വാങ്ങിയിട്ട് നാളെ കൊണ്ടുപോകുന്നതല്ല, അവർ നാളെയും തിരിച്ചു വരണം. അതാണ് നമ്മുടെ ഒരു മോട്ടീവ് നിലയിൽ. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് 5000 പേരിലധികം വരുന്ന കസ്റ്റമർ 4-5 തവണ വന്ന കസ്റ്റമേഴ്സാണ്. അവരുടെ ട്രാവൽ കൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, എങ്ങനെയാണ് അവര് ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ എന്നെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരു പേഴ്സണലി വരികയാണെങ്കിൽ കാരണം അവർക്കറിയാം ഞാൻ ഇവിടെയുള്ള ഒരു വ്യക്തിയാണ്, അവിടെ ഓൾറെഡി എനിക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ എന്നത് അവർക്ക് പ്രോപ്പറായിട്ട്. അപ്പം പുതിയ കസ്റ്റമർ ആയിക്കോട്ടെ, എനിക്ക് പഴയ കസ്റ്റമർ ആയിക്കോട്ടെ, അവർ ജസ്റ്റ് ഒരു കാര്യം പറയുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു. അവർ എന്നിൽ തന്ന ഒരു ട്രസ്റ്റാണ്, അത് ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു അത്രത്തോളം എൻ്റെ ബിസിനസ് സക്സസ് ആയിട്ട്. അപ്പോൾ വളരെ സന്തോഷം. ഇനി വല്ലതും കൂട്ടിച്ചേർക്കാൻ തൊഴിൽ മേഖലകളെ എങ്ങനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ല പുറമേ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ വല്ലതും? ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സ്വന്തം പ്രോപ്പർട്ടി അല്ല, നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പം നമ്മൾ നാട്ടുകാരെന്ന രീതിയിൽ ആരും എന്ത് രീതിയിലും സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ തുടങ്ങിയതായാലും അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വൈഫ് എന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടായാൽ പോലും നമുക്ക് അവർക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ലിമിറ്റേഷനകത്ത് എന്ത് ചെയ്യാനും അത് നമ്മൾ ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളോടൊപ്പം നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെ, തീർച്ചയായും. കാരണം നമ്മൾ ഒറ്റക്കുള്ള ഒരു സക്സസ് അല്ല നമ്മൾ. തീർച്ചയായും ഒരാൾ മുന്നോട്ട്, ഇപ്പോൾ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വന്ന് അങ്ങനെ ആ രീതിയിലേക്ക് വരുമ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ തൊഴിലും കാര്യവും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെയാണ് ഓരോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തരും അതുപോലെയാണ്. അപ്പോൾ തീർച്ചയായും ആ രീതിയിലേക്ക് നിങ്ങൾ വന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് നമുക്ക്. അതിന് മുന്നേയായിട്ട് ഇതിന് നമ്മളെ ഇപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഒരു എഫേർട്ടും കൊണ്ടാണ് നമുക്ക് ഇത് സക്സസ് ആയിട്ട്. നേരെ മറിച്ച് നാളെയും ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ ഐഡിയാസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ
100% സ്വീകരിക്കണം അവരെ, പറയാനും പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ. ഈ പറഞ്ഞിടത്തെ ഹെൽത്തി റിലേഷൻഷിപ്പാണ് നമ്മുടെ ഒരു ഇതിന് സക്സസ്സും അല്ലെങ്കിൽ നാടിൻ്റെ ഒരു വികസനത്തിന്. അതെ അതെ അതെ, തീർച്ചയായും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ പോലുള്ള ഒരു ഓണ്ടർപ്രണറെ അല്ലേ അങ്ങനെ പറയുന്നത്. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഓണ്ടർപ്രണറെ പരിചയപ്പെടുവാനും അതും നമ്മുടെ ഈ നാട്ടിൽ തന്നെ അങ്ങനെ എത്തിച്ചേരുവാനും ഇത്രയും നല്ലൊരു അടയാളപ്പെടുത്തൽ നമ്മുടെ ഭൂപടത്തിൽ ടൂറിസം ഫീൽഡിൽ ഇത്രയും നല്ലൊരു അടയാളപ്പെടുത്തൽ ഉണ്ടാവാനും സാധിച്ചതിൽ വളരെയധികം അഭിമാനിക്കുന്നു. എനിക്കും ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. ഓക്കെ, സോ ഡു കീപ് ഇറ്റ് അപ്പ്. നിങ്ങളുടെ ഡ്രീംസ് എല്ലാം തന്നെ അങ്ങ് ഫ്ലറിഷ് ചെയ്യട്ടെ. ഓക്കെ, ശരി.